ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ അട്ടിപ്പൊളി മട്ടൻ കറിയാണ് വെക്കാൻ പോകുന്നത്. നമ്മുടെ വിറകടുപ്പിനകത്താണ് ഈ മട്ടൻ കറി വെക്കുന്നത്. അട്ടിപ്പൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മട്ടൻ കറിയുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഉണ്ടാക്കുന്ന നാടൻ രീതിയിലാണ് ഈ മട്ടൻ കറി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് നമ്മുടെ മട്ടൻ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇത് ഒരു കിലോയാണ് വാങ്ങിച്ചേക്കുന്നത്. ഇറച്ചിയുണ്ട്, എല്ലും ഉണ്ട്, എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കഴുകി ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിത് നല്ലോണം നമ്മുടെ മട്ടൻ കഷ്ണങ്ങളൊക്കെ നല്ലോണം കഴുകി എടുത്തേക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടിട്ട് കൂടെ തന്നെ നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ അല്പം കറിവേപ്പില. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാക്കൊത്താണ്, ഒരു 2 തേങ്ങാ കഷ്ണം എടുത്ത് കൊത്താക്കിയതാണ്, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം. നമുക്ക് അതിനകത്തേക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇപ്പം നമ്മൾ ഒരു 4 സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. സവാള ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 10 കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് വഴറ്റാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണ്, അത് മതി നമുക്കിതിന്. എന്നിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളിപ്പഴമാണ്, 2 തക്കാളി എടുത്ത് അരിഞ്ഞതാണ്, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പൊടി ഐറ്റംസൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം മെയിനായിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ വേണം നമുക്ക്. മല്ലിപ്പൊടിയാണ് അടുത്തത്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇനി നമുക്ക് ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി നമുക്ക് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം നല്ലോണം. ഇനി നമുക്ക് നമ്മുടെ മട്ടൻ ഇട്ട് കൊടുക്കാം. മട്ടൻ ഇട്ടിട്ട് നല്ലോണം ഇളക്കണം. നല്ല രീതിയിൽ നമ്മുടെ ഈ അരപ്പുമായിട്ട് മിക്സ് ആവണം. അപ്പം മട്ടൻ ഇട്ട് നല്ലോണം നമ്മുടെ മസാലയൊക്കെ ആയിട്ട് നല്ലോണം ഇളക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഒരു 1/2 ജാറ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1 ലിറ്റർ വെള്ളം മതി നമുക്ക്. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കൂട്ടി ഇളക്കണം. നമ്മുടെ മട്ടന് നല്ല ഒരു വേവുള്ള സാധനമാണ് മട്ടൻ ഇറച്ചി. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് കുത്തി മറിഞ്ഞ് വരട്ടെ. നല്ല രീതിയിലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ ആട്ടിൻ കറി അടിപൊളിയായിട്ട് വെന്ത് വരുന്നുണ്ട്, തിളച്ച് വരുന്നുണ്ട്. നല്ലോണം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ആട്ടിൻ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തിളച്ച് വന്നപ്പോൾ ഒന്ന് ഇളക്കിയതാണ്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കണം. അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇനിയിപ്പോൾ ഒരു 30 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ആട്ടിൻ്റെ കറി വെച്ചിട്ട് ഇപ്പോൾ ഒരു 1/2 മണിക്കൂറായി. നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ മട്ടൻ കറി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെന്ത് വന്നേക്കാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനെ കൊണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇളക്കിയിട്ട് നമുക്ക് വാങ്ങാം. പച്ച വെളിച്ചെണ്ണ ഏകദേശം ഒരു ടീസ്പൂൺ ഒഴിച്ചാൽ മതി നമുക്ക്.
ഇത് നല്ലോണം മിക്സ് ചെയ്യണം. ജസ്റ്റ് കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിപ്പം വാങ്ങി സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ആട്ടിൻകറി നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മുടെ വിറകടുപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ടേസ്റ്റ് അടിപൊളിയായിരിക്കും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മട്ടൻ കറി അല്ലെങ്കിൽ ഒട്ടുക്കലത്തെ രുചിയാണ്. അന്യായ ടേസ്റ്റ്. നമ്മുടെ അരപ്പൊക്കെ അന്യായ ടേസ്റ്റാണ്. മട്ടൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഈ നാടൻ ശൈലിയിൽ തന്നെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്കും. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇനിയുള്ള എല്ലാ വീഡിയോയും മാക്സിമം നമ്മൾ ഔട്ട്ഡോറിൽ തന്നെ ചെയ്യാൻ നോക്കും. ഇൻഡോറിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബോറുണ്ടായിരുന്നു, അത് മാറ്റി നമ്മൾ ഇനി തൊട്ട് ഔട്ട്ഡോറിൽ മാക്സിമം ട്രൈ ചെയ്യും. അപ്പം നിങ്ങൾ നമ്മുടെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.